നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ജമ്മു കാശ്മീരിലെ വികസനം നമ്മളെ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ ജനങ്ങളുടെ വികസനം സർക്കാരിൻ്റെ മുൻഗണനകളിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ എടുത്തു പറയാനുള്ളത് സ്ത്രീ ശാക്തീകരണം, യുവാക്കൾക്കുള്ള അവസരങ്ങൾ, ദലിതുകളുടെ ക്ഷേമ ലക്ഷ്യങ്ങൾ എന്നിങ്ങനെയാകുന്നു. സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കായി സർക്കാർ എല്ലായ്പ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഭരണഘടന പറയുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവകാശങ്ങളും ജനങ്ങൾക്ക് ലഭ്യമായി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയാനുള്ളത്. ജമ്മു കാശ്മീർ സംസ്ഥാനം വളരെ കാലമായി തീവ്രവാദം, വികസനമില്ലായ്മ എന്നിങ്ങനെയുള്ള അവസ്ഥകളിലായിരുന്നു. രാജവംശ രാഷ്ട്രീയം എന്നിവയുടെ ഉപരോധത്തിലുമായിരുന്നു. എന്നിരുന്നാലും 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടുകൂടി സംസ്ഥാനത്തിൻ്റെ വികസനപരമായ ശ്രദ്ധേയമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള ചരിത്രപരമായ തീരുമാനത്തിന് ശേഷം ഈ നീക്കങ്ങളെല്ലാം തന്നെ സമഗ്രമായ വികസനത്തിനും ചരിത്രപരമായ അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിനും സംസ്ഥാനത്തിലുടനീളം നല്ല മാറ്റങ്ങൾ വളർത്തുന്നതിനും വഴിയൊരുക്കി. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും പുതിയ യുഗമാണ് കാണുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലൂടെ ജമ്മു കാശ്മീരിലെ നിവാസികൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പൂർണ്ണ അവകാശങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്നു. കേന്ദ്ര നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ജനാധിപത്യ ഭരണത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും സഹായകമായി. ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് കൗൺസിലുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീർ ചരിത്രത്തിലാദ്യമായി നടത്തിയതിനാൽ പഞ്ചായത്തുകളും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മതിയായ ഫണ്ടുകളുടെയും പ്രവർത്തകരുടെയും കൈമാറ്റത്തിലൂടെ സ്വയംഭരണവും ശാക്തീകരണവും നേടിയിട്ടുണ്ട്. കൂടാതെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണവും പട്ടികവർഗ സമുദായത്തിന് സീറ്റ് സംവരണത്തിനുള്ള വ്യവസ്ഥയും സമഗ്ര വികസനത്തിനും വൈവിധ്യമാർന്ന സാമൂഹിക ആവശ്യങ്ങളുടെ വിശാലമായ പ്രാതിനിധ്യത്തിനും ഉള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയിലേക്കുള്ള ഒരു ഉദാഹരണമാകുന്നു. സ്വച്ഛ് ഭാരത് അഭിയാൻ ഇന്ത്യയിലുടനീളം ശുചിത്വത്തിൻ്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടതിനാൽ 100% ജമ്മു കാശ്മീർ ഗ്രാമങ്ങളും തുറസായ മലമൂത്ര വിസർജന രഹിത ഏരിയകളായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രൈം മിനിസ്റ്റർ ഉജാല, സൗഭാഗ്യ എന്നിവയുൾപ്പെടെയുള്ള 17 ഗുണഭോക്തൃ കേന്ദ്രീകൃത പദ്ധതികളിൽ 100% സാച്ചുറേഷൻ കൈവരിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയ്ക്ക് കീഴിൽ ജമ്മു കാശ്മീരിൽ 12.53 ലക്ഷം LPG കണക്ഷനുകൾ പുറത്തിറക്കി. കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 3.84 ലക്ഷം വീടുകളും അനുവദിച്ചു കഴിഞ്ഞു. കൂടാതെ ഡിജിറ്റൽ ഇന്ത്യയിലേക്കും സാമ്പത്തിക ഉൾപ്പെടുത്തലിലേക്കുമുള്ള മുന്നേറ്റത്തിൽ പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ 27.42 ലക്ഷം പേർക്ക് ബെനിഫിറ്റ് കിട്ടുകയും 19.42 ലക്ഷം പേർക്ക് റുപേ കാർഡുകളും അവതരിപ്പിക്കുകയുണ്ടായി. പ്രായമായവർ, വിധവകൾ എന്നിവർക്കുള്ള പ്രയോജനമുണ്ടാകുന്ന പദ്ധതികളും പുരോഗമനം രേഖപ്പെടുത്തുകയുണ്ടായി. മാസം തോറും ഏകദേശം 1000 രൂപയോളം 10.38 ലക്ഷം പെൻഷൻകാർക്ക് മാസം ലഭിക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യരംഗത്തുള്ള ഉയർച്ചകളും കാണാം. ഇതിൽ വിവിധ ആരോഗ്യ സംരംഭങ്ങൾ ഉൾപ്പെടുന്നു. 227 ജൻ ഔഷധി കേന്ദ്രങ്ങൾ, 19 അമൃത് ഫാർമസികൾ, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ, സഞ്ജീവനി എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. തൊഴിൽ ഇടങ്ങളിലുള്ള സ്ത്രീകൾക്കുള്ള സംവരണവും കൂടി എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും പോലീസിൽ 2 പ്രത്യേക വനിതാ ബറ്റാലിയനുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിലുള്ള യുവാക്കൾക്ക് വിദ്യാഭ്യാസ നൈപുണ്യ വികസന അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. 7 പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു. 800 MBBS സീറ്റുകൾ, 1870 പരം BSSC നഴ്സിംഗ് സീറ്റുകൾ, IIT ജമ്മു, IIM ജമ്മു കാശ്മീർ, എയിംസ് കാശ്മീരിലെ നിർമ്മാണം എന്നിവ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ തുറന്നുകൊടുത്തു. കൂടാതെ പ്രീ പോസ്റ്റ് മെരിറ്റ് കം മൈനോറിറ്റി സ്കോളർഷിപ്പ് സ്കീമുകളിൽ 210% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. 2018-2019 1.43 ലക്ഷത്തിൽ നിന്നും 2022-23 3 ലക്ഷമായി. മിഷൻ യൂത്തിൻ്റെ കീഴിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്കും സുസ്ഥിര ഉപജീവന പദ്ധതികൾക്കും പിന്തുണ നൽകുന്നതിനാൽ മുൻകിൻ, തേജസ്വിനി, സ്പർറിംഗ്, എൻ്റർപ്രണർഷിപ്പ് തുടങ്ങിയ പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചു. ജമ്മു കാശ്മീരിലും ലഡാക്കിലും 30 സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ സഹിതം സ്പോർട്സ് ഉപകരണങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 273 കോടിയോളം രൂപ ചിലവിട്ടുള്ള പദ്ധതികളായിരുന്നു ഇവയെല്ലാം. വിവിധ കായിക പ്രവർത്തനങ്ങളിൽ 62 ലക്ഷത്തിലധികം പങ്കാളിത്തം ഉണ്ടായി. 2020 ആക്സലറേറ്റഡ് റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചതോടെ പൊതുമേഖല റിക്രൂട്ട്മെൻറ്റിൻ്റെ പുതിയ മാനദണ്ഡമായി സുതാര്യത വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായി 2019 ഓഗസ്റ്റ് മുതൽ 31,830 ഒഴിവുകൾ വിജയകരമായി നികത്തപ്പെട്ടു. കൂടാതെ 4.7 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ കരിയർ കൗൺസിലിംഗ് സെക്ഷനിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു.
2021-22 മുതൽ ജമ്മു കാശ്മീരിൽ 7.4 ലക്ഷം സ്വയം തൊഴിൽ ഉപജീവന അവസരങ്ങൾ സൃഷ്ടിച്ചു. അതേസമയം ഏകദേശം 32,000 യുവാക്കൾ ഹിമായത്ത് പദ്ധതിക്ക് കീഴിൽ പരിശീലനം നേടിയിട്ടുണ്ട്. ജൽജീവൻ മിഷന്റെ കീഴിൽ ഗ്രാമീണ കുടുംബങ്ങളിലേക്കുള്ള 13.54 ലക്ഷം ടാപ്പ് വാട്ടർ കണക്ഷനുകളോ പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജനയുടെ കീഴിൽ നിർമ്മിച്ച 8,000 കിലോമീറ്ററിലധികം റോഡുകളോ ആകട്ടെ, അടിസ്ഥാന സൗകര്യ വികസനം ജമ്മു കാശ്മീരിലെ സർക്കാരിൻ്റെ പ്രധാന മുൻഗണനയിലാണ്. പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതിക്ക് കീഴിലുള്ള 53 പദ്ധതികളിൽ 32 എണ്ണം കേന്ദ്രഭരണ പ്രദേശത്ത് ഇപ്പോൾ 100% വീടുകളും വൈദ്യുതീകരിച്ചു കഴിഞ്ഞു. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽവേ പാലവും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലായ ചെനാനി നഷ്രി ടണലും പൂർത്തിയായി കഴിഞ്ഞു. 2019 ശേഷം ജമ്മു കാശ്മീരിലേക്കും തിരിച്ചുമുള്ള വിമാന ഗതാഗതം ഇരട്ടിയായി. ഡിജിറ്റൽ മേഖലയിൽ ഉണ്ടായ വിപ്ലവവും എടുത്തു പറയേണ്ടതാണ്. എം-സേവ, ഡിജിറ്റൽ വില്ലേജ് സെൻറ്റർ, EUNAT പോർട്ടൽ എന്നിവയുൾപ്പെടെ പരമാവധി ഇ-ഗവേൺ സേവനങ്ങൾ ജമ്മു കാശ്മീരിൽ നൽകി വരുന്നു. വ്യാവസായിക വികസനത്തിനായിട്ടുള്ള പുതിയ സെൻട്രൽ സെക്ടർ സ്കീമുകൾ, അതായത് 22,400 കോടി രൂപ ബജറ്റിൽ 2021-30 ജമ്മു ആൻഡ് കാശ്മീർ ഇൻഡസ്ട്രിയൽ പോളിസി, ഇൻഡസ്ട്രിയൽ ലാൻഡ് അലോട്ട്മെൻറ്റ് പോളിസി, പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പോളിസി എന്നിവയാണ് പ്രധാന നയസംരംഭങ്ങൾ. ഏകദേശം 3.98 ലക്ഷം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ കൈത്തറി, കരകൗശല കയറ്റുമതി ഇരട്ടിയായി. 2021-22 563 കോടി രൂപയായിരുന്നുവെങ്കിൽ 2022-23 1116.37 കോടി രൂപയായി ഇരട്ടിച്ചു. പിന്നെ അഗ്രികൾച്ചറിൽ ഉണ്ടായ ഡെവലപ്മെൻറ്റുകളും വളരെ വലുതാണ്. ഹോളിസ്റ്റിക് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് പ്ലാന്റ്, PM കിസാൻ വഴിയുള്ള അർഹിക്കുന്ന കർഷകർക്കായുള്ള സേവനങ്ങൾ ഏകദേശം 12.55 ലക്ഷം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2,517.08 കോടി രൂപ നേരിട്ട് ക്രെഡിറ്റ് ചെയ്തു. കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രയോജനവും കർഷകർക്ക് ലഭിക്കുകയുണ്ടായി. മികച്ച ആദായം ഉറപ്പാക്കാൻ UT 2 ലക്ഷം മെട്രിക് ടൺ ശീതീകരണ സൗകര്യങ്ങൾ, ആപ്പിളിന് 320 ഹെക്ടറും ഉപ ഉഷ്ണമേഖല പഴങ്ങൾക്ക് 2,400 ഹെക്ടറും ഉൾപ്പെടെ 2,900 ഹെക്ടറിൽ ഉയർന്ന സാന്ദ്രതയുള്ള തോട്ടങ്ങൾ, ഇത് ആപ്പിൾ കർഷകരുടെ വരുമാനം ഉയർത്തി. തീവ്രമായ പ്രവർത്തനങ്ങളും പ്രതിരോധ തന്ത്രങ്ങളും ഉൾപ്പെടെ ഭീകരതയ്ക്ക് എതിരായ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നടപടികൾ, ഭീകര സംഭവങ്ങൾ, സിവിലിയൻ അപകടങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മരണങ്ങൾ എന്നിവയിൽ ഗണ്യമായ കുറവുണ്ടായി. 2022 1.88 കോടി വിനോദസഞ്ചാരികളാണ് ജമ്മു കാശ്മീർ സന്ദർശിച്ചത്. 2023 ഒക്ടോബർ വരെ 1.85 കോടി വിനോദസഞ്ചാരികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10,000-ലധികം കിടക്കകളുടെ ശേഷി പ്രദാനം ചെയ്യുന്ന 1,485-ലധികം ഹോം സ്റ്റേകൾ സ്ഥാപിക്കുന്നതിൽ സംസ്ഥാനത്തിൻ്റെ ടൂറിസം വികസനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നു. എന്നാൽ ഈ വർഷം കാശ്മീരിൽ എത്തിയത് 12.5 ലക്ഷം സഞ്ചാരികളാണ്. 8,000 കോടി വരുമാനം ലഭിച്ചു. സർവകാല റെക്കോർഡിലേക്ക് ശ്രീനഗർ, ഗുൽമാർഗ് എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിൽ ജൂൺ പകുതി വരെ ബുക്കിംഗ് കഴിഞ്ഞു. ക്രമസമാധാന നില മെച്ചപ്പെട്ടതാണ് സഞ്ചാരികളുടെ ഒഴുക്കിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഗുജറാത്ത്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരെത്തുന്നത്. വർഷം 8,000 കോടി രൂപയാണ് ടൂറിസത്തിലൂടെ കാശ്മീരിലെത്തുന്നത്. മോദി സർക്കാരിൻ്റെ കീഴിൽ ജമ്മു കാശ്മീരിൽ വളരെ വലിയ വികസനത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. സമഗ്രമായ വികസനം, ഉൾക്കൊള്ളൽ, സാമൂഹികക്ഷേമം, സാമ്പത്തിക വളർച്ച, സമാധാനം കെട്ടിപ്പടുക്കൽ, ഭീകര ആക്രമണങ്ങളുടെ ഉന്മൂലനം ചെയ്യൽ എന്നിവ എടുത്തു പറയേണ്ടതാണ്. വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ പരിവർത്തന സംരംഭങ്ങൾ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ശോഭനമായ ഭാവിക്ക് അടിത്തറയിട്ടു.